അവിടെ മാക്സിമം അവിടേക്കാണ് അടുപ്പിച്ചോട്ടെ. അപ്പോൾ നമ്മൾ കിണറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് വീടിൻ്റെ ബാക്ക് ഭാഗത്താണ്, കിച്ചൻ്റെ കോർണർ ഭാഗത്തായിട്ടുമാണ്. നല്ല ഉറപ്പുള്ള പാറ ആയതുകൊണ്ട് ബ്രേക്കർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പൊട്ടിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു 17-18 ദിവസം ആയപ്പോഴാണ് ഒരു 14.5 കോലെത്തി. അവിടെ നമ്മൾ കിണറിനെ ചെറുതായിട്ടൊന്ന് ചുരുക്കിയിട്ട് പിന്നെ ഒരു കോല് താഴ്ത്തിയപ്പോഴാണ് നമുക്ക് വെള്ളം ഫസ്റ്റ് ഒരു ഭാഗത്തായിട്ട് കണ്ടു, പിന്നെ 2 ഭാഗത്തുനിന്നും വെള്ളം കിട്ടി, പിന്നെ എല്ലാ ഭാഗത്തുമായിട്ട് സ്പ്രെഡ് ആവൽ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം വെള്ളമുള്ളൊരു സ്ഥലമാണ്. വെള്ളം കണ്ട് ഒരു 14-15 കോലെത്തിയപ്പോൾ തന്നെ വെള്ളം കണ്ടു. എല്ലാ ഭാഗത്തും അത്യാവശ്യം വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിത് ചുരുക്കാൻ കാരണം ഈ ഇങ്ങനെ ഒരു മണ്ണിൻ്റെ ഉറപ്പിനനുസരിച്ച് കുറച്ച് അടിഭാഗത്തെത്തിയപ്പോൾ ചവിടി എത്തിയപ്പോൾ നമ്മൾ കിണറൊന്ന് ചുരുക്കിയതാണ്, പൊട്ടാതിരിക്കാൻ, ഇടിഞ്ഞ് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ കിണറിൻ്റെ ഒരു ഏകദേശം അങ്ങനെ ഒരു രീതിയിൽ ഒരു 3 കോല് താഴ്ത്തിയപ്പോഴാണ് നല്ല ഓരോരോ ട്രാക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കിണറ്റിലേക്ക് ഇറങ്ങി നോക്കി. അത്യാവശ്യം നമ്മൾ മുകളിൽ നിന്ന് കാണേണ്ട മാതിരി അല്ല താഴേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ കിണറിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് നല്ല ലൈൻസുകൾ, അതായത് അവരതിന് ഓട് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. മൊത്തമായിട്ട് ഓരോരോ നമ്മൾ ഈ മാർബിളൊക്കെ കാണുമ്പോൾ പല പല ലൈൻസുകളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഫിൽറ്ററിങ് വെള്ളം നന്നായിട്ട് വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഏതായാലും തിരിച്ച് കയറി മുകളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്. അതിനേക്കാളും ബുദ്ധിമുട്ടാണ് താഴെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴും പണിയെടുക്കുമ്പോഴൊക്കെ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. ഇപ്പം നമ്മൾ തറൻ്റെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ കിണറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഫൗണ്ടേഷനിലേക്ക് മണ്ണും കൂടി ഇടാമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. കാരണം മണ്ണ് നമുക്ക് പുറത്തുനിന്ന് അടിക്കൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മണ്ണും കിട്ടി, ഒരു 90% മണ്ണും കിട്ടി തറയിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ദിവസം കൊണ്ട് ഏകദേശം 2.5 കോല് വെള്ളത്തോളം ആയിട്ടുമുണ്ട്.